ബുധനാഴ്ച പുലർച്ചെയോടെയാണ് കാസർഗോഡ് രണ്ട് യുവാക്കൾക്ക് കുത്തേറ്റത്. ചൂരി പട്ടംപാറയിലെ സന്ദീപ്, തളങ്കര ഗാസിലൈനിലെ സമീർ എന്നിവർക്കായിരുന്നു കുത്തേറ്റത്. ബുധനാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് ഓട്ടോ ഡ്രൈവറായ സന്ദീപിന് കുത്തേൽക്കുന്നത്. സന്ദീപിനെ മംഗലാപുരത്തെ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. കഴുത്തിനും വയറ്റത്തും കാലിനുമായിരുന്നു സന്ദീപിന് കുത്തേറ്റത്. കഴുത്തിലെ ഒരു സിര മുറിഞ്ഞുപോയിരുന്നു. KSRTC ഓട്ടോ സ്റ്റാൻഡിന് സമീപത്തായിരുന്നു സന്ദീപിന്റെ ഓട്ടോറിക്ഷ പാർക്ക് ചെയ്തിരുന്നത്. ഈ സമയത്ത് രാത്രി 3 ഓട്ടോറിക്ഷകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ 2 റിക്ഷകൾ വാടക പോയ നേരത്ത് സന്ദീപ് ഓട്ടോറിക്ഷയിൽ കിടന്നുറങ്ങുകയായിരുന്നു. ഈ സമയത്താണ് ഒരു സംഘം ആക്രമണം അഴിച്ചുവിട്ടത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട KSRTCയിലെ ജീവനക്കാരാണ് പോലീസിനെ വിവരമറിയിച്ചത്. പോലീസ് എത്തി ഉടൻ സന്ദീപിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിനിടെ പുലർച്ചെ 4 മണിയോടെ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം അശ്വിനി നഗറിൽ വെച്ചാണ് തളങ്കര ഗാസ്ലൈനിലെ സമീറിന് മർദ്ദനമേറ്റത്. ഓട്ടോ ഡ്രൈവറായ സമീർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യാത്രക്കാരെ ഇറക്കി അശ്വിനി നഗർ വഴി തിരിച്ചു വരുമ്പോഴായിരുന്നു ആക്രമണം. കാലിനാണ് പരിക്കേറ്റത്. നാടിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള നീക്കത്തിനെതിരെ പോലീസ് ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട്.